അപ്പോൾ നമ്മൾ ഇന്ന് കൊക്കക്കോളായും വാഴയ്ക്കായും രണ്ട് ഡിസ്പോസൽ ഗ്ലാസ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഒട്ടുമാവിൻ തൈകൾ നല്ല ഗ്രോത്തിൽ ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കുന്നത്. നിങ്ങളൊക്കെ കണ്ടു കാണും ഇത്ര വീഡിയോ, അതിനകത്തൊരു കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ നിങ്ങളെ ഇത് വിശദമായി ചെയ്ത് ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇത് പോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ മാങ്ങായുടെ കമ്പ് വെട്ടുമ്പോഴത്തേക്ക്, മാവിന്റെ കമ്പ് വെട്ടുമ്പോൾ അല്പം മൂത്ത കമ്പ് വെട്ടുക. അത് കണക്ക് തന്നെ ആ കമ്പ് വെട്ടുമ്പോൾ നമ്മൾ ഇവിടെ ഇത് ശരിയാക്കുമ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ വളവ് നോക്കി കട്ട് ചെയ്യാം. വളവ് വെച്ചേക്കല്ലേ, വളവ് വെച്ചാൽ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വളവ് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ ഡിസ്പോസൽ ഗ്ലാസിൽ അത് ഇൻസെർട്ട് ചെയ്യുമ്പോഴത്തേക്ക്, ഡിസ്പോസൽ ഗ്ലാസിൽ മറ്റുള്ള മിശ്രിതത്തിന്റെ കൂടെ നമ്മൾ ഇത് വെക്കുമ്പോഴത്തേക്ക് അവിടെ വളവുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല. വളവ് വെച്ച് നിങ്ങൾ ഇത് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിതിന് വേണ്ടുന്നത് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഒരു കൊക്കക്കോളയുടെ ഒരു 20 രൂപയുടെ ബോട്ടിലാണ് ഞാൻ വാങ്ങിച്ചത്, അത് വേണം. 2 ഡിസ്പോസൽ ഗ്ലാസ് വേണം. ആ ഗ്ലാസ്സിന് അടപ്പുണ്ടായിരിക്കണം. ഇല്ല, നിങ്ങൾക്ക് ഗ്ലാസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഈ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഒരു ഇത് മതി. അതിനകത്ത് നമ്മൾ ഇത് വെർട്ടിക്കലായിട്ട് നിൽക്കണം. അത് കണക്ക് തന്നെ ഒരു വാഴയ്ക്കായും വേണം. പിന്നെ ഈ കത്തിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക്, കത്തി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് കത്തി വാങ്ങിക്കേണ്ട. ഇനി കമ്പിന്റെ ഏറ്റവും അറ്റത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത്, അത് നിങ്ങൾക്ക് ഇപ്പം കാണാം, ആ ഒരു ചെറിയ രീതിയിൽ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ അതിന്റെ മേളിലായിട്ട്, അതായത് നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ഈ വാഴയ്ക്കായുടെ ആ ഒരു ചതുരത്തിലുള്ള ആ ഒരു വാഴയ്ക്കായുടെ അത്രയും ഒരു ഇതിൽ വേണം. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇത് കണക്ക് നിങ്ങൾ ഇത് കട്ട് ചെയ്യുക. ഈ കമ്പ് 2 കമ്പ് നമ്മൾ ഈ ഒട്ടുമാവിൻ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാവിൽ നിന്ന് എടുത്ത അല്പം കട്ടിയുള്ള ആ 2 കമ്പിൽ നിങ്ങൾ ഇത് കണക്ക് കട്ട് ചെയ്ത് വെക്കുക. ഇതിലൂടെയാണ് നമുക്ക് വേര് വരുന്നത്. അപ്പം ബാക്കിയുള്ള ആ താഴത്തെ ഭാഗമാണ് നമ്മൾ ആ വാഴയ്ക്കായിൽ നമ്മൾ ഇത് അതിനകത്തോട്ട് കയറ്റി വെക്കുന്നത്. അപ്പം വാഴയ്ക്ക കണ്ടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അല്പം അധികം നമ്മൾ നീളത്തിൽ അത് കണ്ടിക്കല്ലേ, ഒരുമാതിരി ഒരു മട്ടത്തിൽ. ഇപ്പൊ ഞാൻ കണ്ടിച്ച 2 അളവിലുള്ളത്, അത് കുഴപ്പമില്ല. 2 ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക്. പക്ഷെ ഇതേ ഉള്ളു, ഒരുപാട് വണ്ണം കൂടാൻ പാടില്ല. അത് കണക്ക് തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിന്റെ അകത്തുനിന്ന് നടുക്കുമെന്ന് ഇപ്പൊ നമ്മൾ ആ ഒരു കാ മുറിച്ചപ്പോൾ 2 ഭാഗമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആ 2 ഭാഗത്തിന്റെ നടുവിൽ നമ്മൾ ഇത് കണക്ക് കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് ഈ മുറിച്ച കമ്പ് വെക്കുവാനുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആ കമ്പ് അതിനകത്ത് വളരെ ടൈറ്റായിട്ടിരിക്കണം. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. അത് കണക്ക് നിങ്ങൾ അതിന്റെ ആ പോർഷൻ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് വരാവുള്ളൂ. അപ്പം ഇത് കണക്ക് നിങ്ങൾ കട്ട് ചെയ്യുക. കൊക്കക്കോളായും വാഴപ്പഴവും ഉപയോഗിച്ചുള്ള മികച്ച സാങ്കേതിക വിദ്യ എന്ന് പറയാം ഇതിനെ. അപ്പം ഇതിന്റെ ഗ്രോത്തിന്, തൈയുടെ ഗ്രോത്തും വേരുകളൊക്കെ പെട്ടെന്ന് വരികയും ഗ്രോത്ത് ഉണ്ടാകുകയും 2-3 മാസം കൊണ്ട് ഇതിനകത്ത് മാങ്ങായി ഉണ്ടാകുകയും ചെയ്യും. നോക്കി, ഞാൻ കട്ട് ചെയ്ത് വളരെ ശരിയാണ്. അധികം മുന്നോട്ടും പോയിട്ടില്ല, താഴോട്ടും പോയിട്ടില്ല. ആ കട്ട് ചെയ്തതിന്റെ താഴെ അപ്പൊ ഈ ഒരു സാധനം ഇപ്പൊ കെട്ടുന്ന ഈ സാധനം ഇത് മുറുക്കി വെക്കുവാനായിട്ടാണ്. നിങ്ങൾ തുണിയോ മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കല്ലേ. ഇത് ഇലക്ട്രിക് കടയിൽ കിട്ടും. അഥവാ ഇത് നിങ്ങൾക്ക് ഇലക്ട്രിക് കടയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ചരട് കൊണ്ടോ നാര് കൊണ്ടോ ഇതിനെ ചുറ്റി കെട്ടാൻ ശ്രമിക്കുക. കാര്യം കൊക്കക്കോളായി ഒഴിച്ച് അതിന്റെ കൂടെ നമ്മൾ ഈ വാഴയ്ക്കായി ഇടുമ്പോഴത്തേക്ക് അത് തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അത് അഴുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെ 2 ഞാൻ ഇതിപ്പോൾ ശരിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, വളരെ, അതായത് ഒരേ രീതിയിൽ, നിങ്ങൾക്ക് ഒരേ രീതിയിൽ കട്ട് ചെയ്യണമെന്നില്ല. ഒരേ രീതിയിൽ ഞാനത് കട്ട് ചെയ്ത് ആ കായുടെ ആ ഉള്ളിന്റെ മുറിച്ച് അതിനകത്ത് വെച്ച്, ഇനി ഈ ഡിസ്പോസൽ ഗ്ലാസ് തുറന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിന് അടപ്പുള്ള ഒരു ഗ്ലാസ് ആണിത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് 20 രൂപയുടെ, ഈ കൊക്കക്കോള ഞാൻ 20 രൂപയ്ക്ക് വാങ്ങിച്ചതാ. അതായത് 40 രൂപയുടെ ഇച്ചിരി കൂടെ വലുതാ. അത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഓവറാകും. അത് അത്രയും നമുക്ക് വേണ്ട. നമുക്ക് ഈ ഒരു 20 രൂപയുടെ ഈ ചെറിയ ബോട്ടിൽ മതി. ഇതാവുമ്പോൾ 2ന്റെ ഈ ഒരു അളവിൽ നിങ്ങൾ എടുക്കുക. ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു അളവിൽ നിങ്ങൾ ഈ ഒരു മിശ്രിതം തയ്യാറാക്കുക. ഈ ഒരു മിശ്രിതം 2ലേക്കും കൊക്കക്കോള ഒഴിച്ചു കഴിയുന്നിട്ട് അതിനകത്തോട്ട് ഇത് വെക്കുക. ഞാൻ പറഞ്ഞ വളവുള്ള കമ്പ് വെട്ടല്ലെന്ന്, വളവിന് നിങ്ങൾ നിർത്തല്ലെന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് അടപ്പിന്റെ ആ നടുക്കത്തെ ഭാഗം പൊട്ടിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട്, ഞാൻ ഇത് കട്ട് ചെയ്യുന്നുണ്ടോ, നഖം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കണക്കുള്ള ഗ്ലാസ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ചെയ്ത് ഞാനിങ്ങനെ ഇതേ വെച്ച് അത് കണക്ക് തന്നെ മറ്റതും ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വേറെ എവിടെങ്കിലും ഈ മാവിന്റെ ഈ കമ്പ് നമ്മൾ
വെട്ടുമ്പോഴത്തേക്ക് വേറെ എവിടെങ്കിലും ഇതിൽ നിന്ന് ഒരു പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും അതിന് കട്ടിങ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ഒരു തൊലിയുടെ അല്പം പോലും പോകാൻ നമ്മളവിടെ വരയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ടിങ് അല്ലാതെ വേറെ കട്ടിങ് ഒന്നും അവിടെ വരാൻ പാടില്ല. അപ്പം ഇത് കണക്ക് കൊക്കക്കോളയിൽ 10 ദിവസം കഴിഞ്ഞ് ഞാനത് എടുത്ത്, അപ്പൊ ഇത് നിങ്ങൾ വെക്കുമ്പോൾ വെയിലുള്ള സ്ഥലത്ത് നിങ്ങൾ വെക്കല്ലേ, അതല്ലാതുള്ള സ്ഥലത്തെ നിങ്ങൾ വെക്കാവുള്ളൂ. 10 ദിവസം കഴിഞ്ഞ് എടുത്തിട്ട് നിങ്ങൾ ആ ഗ്ലാസിന്റെ അടിയിൽ നോക്കുക, വളരെ നല്ലപോലെ വേര് വന്നിട്ടുണ്ട്, ശരിക്ക് വേര് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു നല്ല കാര്യമാണ്, വേര് ശരിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് പെട്ടെന്നുള്ള ഗ്രോത്ത് ആണ് ഇങ്ങനെ ഉണ്ടാകും. നിങ്ങൾ നോക്കിയാൽ എന്ത് നല്ല, അതായത് നാമ്പ് വന്നിരിക്കുന്ന ഈ ഒട്ടുമാവിൻ തൈകള് എന്ത് ഗ്രോത്ത് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ നല്ല ഇലകളുണ്ട്, ഇഷ്ടം പോലെ ഇലകളുണ്ട്. അത് നമ്മൾ വെച്ച ഒരു കമ്പ അതിലിപ്പോ 3 ശകരങ്ങൾ വെച്ച് ഇത് വന്നിട്ടുണ്ട്. 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി നിങ്ങൾ ഈ അടപ്പ് മാറ്റുമ്പോഴത്തേക്ക് ഒരിക്കലും ഈ വേരയിൽ ഇത് മുട്ടാൻ പാടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനകത്തൊന്ന് എടുത്തിട്ട് നിങ്ങൾ നോക്കൂ, വേര് ഇവിടെ ശരിക്ക് വന്നിട്ടുണ്ട്. വളരെ നല്ലപോലെ നിങ്ങളെ ഇച്ചിരി വൃത്തിയായിട്ട് വലുതായിട്ട് കാണിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അടപ്പ് നിങ്ങൾ മുറിച്ചെടുക്കുക, അല്ലാതെ ഇതിലെ ഊരിയെടുക്കാൻ ശ്രമിക്കല്ലേ. ഇതിപ്പോ നമ്മൾ ഈ വാഴയ്ക്ക അതിന്റെ അടിയിൽ നിന്ന് ഊരി നമ്മൾ മാറ്റി. വളരെ നല്ല വേരുകളാണ്, നല്ല ഗ്രോത്തോട് കൂടിയ വേരുകളാണ്. ഇനി ഇതിന്റെ നോക്ക്, നാമ്പൊക്കെ എന്ത് ഫലപുഷ്ടിയോട് വന്നിട്ടുണ്ട്. അത് കണക്ക് തന്നെ നമ്മൾ ഈ ഇതിന്റെ വെച്ചിരുന്ന അടപ്പ് നമ്മൾ മാറ്റി വീണ്ടും നമ്മൾ ഇതിനെ ഒരു ചെറിയ ചട്ടി പോലുള്ളതിനകത്തോട്ട്, പ്ലാസ്റ്റിക്കിന്റെ ഇതിനകത്ത് തന്നെ അതിന് ചെറിയതായിട്ട് ദാരം ഇടണം. ആ ദാരത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് വെക്കും. അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. മണ്ണുണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള മണ്ണിന്റെ മിശ്രിതം ഒരു അയവുള്ളതായിരിക്കണം. അതായത് അയവുള്ളതായിരിക്കണം എന്ന് പറയുന്നത്, വേര് അതിനകത്ത് ഞെരുങ്ങിപ്പോകരുത്. നമ്മൾ ഈ ഉണ്ടാക്കി വളരെ പ്രയാസപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ വേരാണ്. അത് അതിനകത്ത് മണ്ണിനകത്ത് ഞെരുങ്ങിപ്പോകാൻ പാടില്ല. അല്പം ഈർപ്പമുള്ള മണ്ണും അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊണ്ടിടാം, ചകിരി ഇടാം. ഇപ്പൊ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ചകിരിയാണ്. ചകിരി വളരെ ചെറുതായിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കയറ് വളരെ ചെറുതായിട്ട് ഉണ്ടാക്കിയിടാം. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു മിശ്രിതം ഉണ്ടാക്കി ഇത് കണക്ക് 2 പാക്കറ്റിലേക്ക് അത് എടുത്തിട്ട് നിങ്ങൾ ഈ തണ്ട് അതിനകത്ത് വെക്കുക. തണ്ട് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വേരിന് ഒന്നും പറ്റല്ലേ. വളരെ നമ്മൾ പ്രയാസപ്പെട്ടുണ്ടാക്കിയ വേരാണ്. 10 ദിവസം കൊണ്ട് കൊക്കക്കോളയിൽ അല്ലെങ്കിൽ ഇതിനകത്ത് ഇത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, വാഴയ്ക്കായും കൊക്കക്കോളയും കൂടെ ഉള്ള ആ ഒരു മിശ്രിതത്തിൽ ഇത്രയും നല്ല ഫലപുഷ്ടിയായി നല്ല ഗ്രോത്ത് ഉള്ള ഈ തൈകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഇത് പെട്ടെന്ന് തന്നെ 3-4 മാസത്തിനുള്ളിൽ ഈ ചെറിയ ചെടിയിൽ തന്നെ നിങ്ങൾക്ക് മാങ്ങ ഉണ്ടായി കിട്ടും. വളരെ നല്ലപോലെ ഇത് പൂക്കും, എല്ലാ ശിഖരങ്ങളും പൂക്കും. വളരെ നല്ലപോലെ ഇതിന്റെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. 3 തരത്തിലുള്ള ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോ മണ്ണ് വിട്ട് അത് കണക്ക് തന്നെ ചകിരി മിശ്രിതം ഞാൻ ഇതിനകത്ത് നിറച്ച് ഇത് കഴിഞ്ഞിട്ട് ചകിരി മിശ്രിതവും ഞാൻ ഉമിയും കൂടി ഇട്ടിട്ടുണ്ട്. കാര്യം അല്പം കൂടി ഒരു അയവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മിച്ചം വന്ന ആ ഒരു അതിനകത്തൊരു മിശ്രിതത്തിൽ നിന്ന് എടുത്ത് അത് നമ്മൾ കളയല്ലേ, ആ ഇവിടെ തന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ അത് ഇടുക. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ നമ്മൾ മുറിച്ചിടുക. ഇതിന്റെ കൂടെ നമ്മൾ ഈ മിശ്രിതം, നമ്മുടെ ബാക്കി വന്ന ആ കൊക്കക്കോള നമ്മൾ അതിനകത്തു നിന്ന് എടുത്തത് 2 ഗ്ലാസ്സിൽ നിങ്ങൾക്ക് കുറേശ്ശെ ഉണ്ടായിരിക്കും. ആ 2 ഗ്ലാസ്സിൽ ഇതും 2 പാത്രത്തിൽ ഒഴിക്കുക. ഇതിന് ചെറിയൊരു നിങ്ങൾ എപ്പോഴും ദാരം വേണം. അതിലൂടെ അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം കിടന്ന് ഇതിലൂടെ താഴോട്ട് വെള്ളം പോകുന്നുണ്ട്. അങ്ങനെ ദാരമില്ലെങ്കിൽ അത് കണക്ക് തന്നെ മേളിൽ നിങ്ങൾ സ്പ്രേ ചെയ്യുക. അപ്പൊ ഇത് നോക്കി 45 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടിയത്. എന്ത് ഗ്രോത്ത് ആയിട്ട് ഇത് വന്നിരിക്കുന്നു. മാവിന്റെ ഇലയെല്ലാം നല്ല കണക്ക് മാവല കണക്ക് വന്നിട്ടുണ്ട്. അത് കണക്ക് തന്നെ മേളിൽ നല്ല കണക്ക് നാമ്പും വന്നിട്ടുണ്ട്. വളരെ നല്ല ഒരു ഗ്രോത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ഞാൻ 2 ഉണ്ടാക്കി 2 മാവ് നിങ്ങളെ കാണിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ ഇത് ഗ്രോത്തോടു കൂടി ഉണ്ടായിട്ടുണ്ട്. നോക്കി ഇതിന്റെയൊക്കെ നാമ്പ് എന്തുമാത്രം കരുത്തോടു കൂടിയാ വന്നിരിക്കുന്നത്. അത് കണക്ക് തന്നെ മാവല നമ്മൾ വലിയ മാവിന്റെ ഇല കണക്ക് തന്നെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, മാങ്ങ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം. സീസൺ ആകാനൊന്നും നോക്കല്ലേ, ഇതിനൊക്കെയുള്ള മാങ്ങ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ് 3-4 മാസം കൊണ്ട്. അപ്പൊ ഞാനിപ്പോ ഇത് കട്ട് ചെയ്ത് ഇതിൽ നിന്ന് എടുക്കുക. ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ഈ ഒട്ടുമാവിൻ തൈയെ വേറെ ചെടിച്ചട്ടി പോലുള്ളതിൽ വെച്ച് നമ്മൾ അതിനകത്തായിരിക്കും ഇതിന് വളരുവാനുള്ള ഒരു സാഹചര്യം ഉള്ളത്. അപ്പൊ അത് കണക്ക് തന്നെ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് ഞാൻ ചെടിച്ചട്ടിയിലേക്ക്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വേര് കണ്ടോ, ഞാൻ ഇതിന്റെ വേര് താഴെ കാണിക്കാം. അപ്പോഴത്തേക്ക്
താഴെ വരെ വേര് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ താഴെ വരെ വേര് വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് നല്ല കണക്ക് അത് ഗ്രോത്ത് ആയിട്ട് വളരുന്നതുകൊണ്ടാണ് ഇതിലൂടെ താഴെ വരെ വേര് വന്നിരിക്കുന്നത്. ഇതിന്റെ ഇടയിലും വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു മിശ്രിതം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇത് കാര്യം വേരിന് ഇറങ്ങിപ്പോകാൻ, അല്ലെങ്കിൽ നമ്മൾ കട്ടിയുള്ള മണ്ണ് മാത്രം അവിടെ ഇടുകയാണെങ്കിൽ ആ മണ്ണിനകത്ത് ആ വേര് അതായത് ഞെരുങ്ങിയിരിക്കും. അങ്ങനെ ഞെരുങ്ങിയിരിക്കാൻ പാടില്ല. ഇത് കണക്ക് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതോടുകൂടി നിങ്ങൾ ഇത് മാങ്ങ എടുത്ത് ഈ ഒട്ടുമാവിൻ തൈയിൽ നിന്ന് ഈ മണ്ണ് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കല്ലേ. ഇത് കണക്ക് തന്നെ നിങ്ങൾ അത് ചെടിച്ചട്ടിയിലേക്ക് വെക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ ചെടിച്ചട്ടി എടുക്കാൻ പോവുകയാണ്. ഇപ്പൊ ചെടിച്ചട്ടിയിൽ ഇടാനുള്ള മണ്ണ് ഞാൻ അത് കണക്ക് തന്നെ മിക്സ്ചർ ശരിയാക്കുന്നത് ഞാൻ ഉമിയിട്ടിട്ടുണ്ട്. അത് കണക്ക് തന്നെ കയറ് പിരിച്ച്, നിങ്ങൾ കയറ് ചെറുതായിട്ട് പൊടിച്ചു നോക്കണം. ഇത് കണക്കുള്ള ഒരു മിശ്രിതം ഉണ്ടാവും. അതും മണ്ണിനകത്തിട്ടിട്ട് നിങ്ങൾ ഈ ചെടിച്ചട്ടിയിലേക്ക് മണ്ണ് ട്രാൻസ്ഫർ ചെയ്യുക, മണ്ണ് നിറയ്ക്കുക. അത് എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മണ്ണ് ഈ ചെടിച്ചട്ടിയിൽ നിറയുമ്പോഴത്തേക്ക് നിങ്ങൾ മൊത്തം ഇടല്. നമ്മുടെ ഈ ഒരു മാവ് മൂടുവാനുള്ള ഒരു തരത്തിലേ ഇടാവുള്ളൂ. മൊത്തം മണ്ണിട്ട് മൂടിയാൽ ഈ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാനായിട്ട് അല്പം കുഴപ്പം വരും. അതുകൊണ്ടാണ് ഇത് വെച്ച് കഴിഞ്ഞ് ഞാൻ മണ്ണിടും, പക്ഷെ മൊത്തം ഞാൻ നിറയ്ക്കത്തില്ല. ഈ മണ്ണിട്ട് ഞാൻ നിറയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പം മണ്ണിടുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്പോഴും നമ്മൾ ഇതിന്റെ അകത്തിട്ടിരിക്കുന്ന ഈ മണ്ണ് ഒരിക്കലും പൊടിഞ്ഞു പോകാൻ പാടില്ല. അത് കണക്കേ ഇടാവുള്ളൂ മണ്ണ്. ഇത് ചെടിയും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന് ഇന്ന പച്ചലയെന്നില്ല, ഏതെങ്കിലും പച്ചല മിശ്രിതം നിങ്ങൾ ഈ ചെടിച്ചട്ടിയിൽ ഇതിന്റെ കൂട്ടത്തിൽ ഇട്ട് വെക്കുക. ഇത്രയുമുള്ളൂ. നിങ്ങൾക്ക് 3-4 മാസം കൊണ്ട് ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ടൈം പാസിന് വേണ്ടിയിട്ട് നല്ലൊരു കാര്യമാണ്. അത് കണക്ക് തന്നെ ടൈം പാസ് കണക്ക് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫലപുഷ്ടിയുള്ള നല്ല മാങ്ങ കിട്ടും 3-4 മാസം കൊണ്ട്. അപ്പൊ ഇലകളൊക്കെ ഇങ്ങനെ ഒന്ന് ചെത്തി വെക്കാൻ ശ്രമിക്കുക. കാര്യം സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ കണ്ടിന്യൂ ഇതിന് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന ജോലി. അപ്പം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതിന്റെ ഈ കരുത്തെല്ലാം വെള്ളമാണ് ഇതിന്റെ പ്രധാനം. അപ്പം ഒഴിക്കുമ്പോഴത്തേക്ക് താഴെ മാത്രമല്ല മേളിൽ ഇലകളിലും വെള്ളം ഒഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതിന് പൂ വന്നു കഴിഞ്ഞ് 145 ദിവസം എടുത്തു. 145 ദിവസം കൊണ്ട് ഇതിന് പൂ വന്നു. 145 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് 4 മാസം, 12, ഒരു 4-5 മാസം കൊണ്ട് വരും. ഇതെനിക്ക് ഞാൻ ദിവസം എണ്ണി പറയാണ്. 145 ദിവസം കൊണ്ട് ഇതിനകത്ത് പൂ വന്ന്. അപ്പം ഇത്രയുമാണ്. ഇതിനി പൂ വന്നത് വരെ നിങ്ങളെ കാണിച്ച് ഇനി അതിന്റെ വലിയ കാര്യമില്ല. ഇത് മാങ്ങ ആയിക്കോളും. ഇത് നിങ്ങൾക്ക് വളരെ നല്ലൊരു മിശ്രിതമാണ്. അതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ കൊക്കക്കോളയും ഈ വാഴപ്പഴവും കൂടി ഉണ്ടാക്കുന്ന നമ്മൾ ഇതുണ്ടാക്കി വളരെ വളരെ നല്ലൊരു സാങ്കേതിക വിദ്യയാണ്. നിങ്ങൾ ടെക്നിക്കലായിട്ട് ഇതിനെ നിങ്ങൾ നോക്കും. ഇതിന്റെ പൂവൊക്കെ എന്തുമാത്രം നല്ല കണക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഉപകരിക്കും ഈ വീഡിയോ. അപ്പം ഓക്കെ.